ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നേക്കണത്. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, എല്ലാവരും പുസ്തകങ്ങളൊക്കെ പൊതിയാൻ തിരക്കിലാവും. അപ്പോൾ ഞാനൊന്ന് പുസ്തകങ്ങളൊക്കെ പൊതിയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ പൊതിയണേന്ന്. അപ്പോൾ ഞാൻ എല്ലാ തവണയും ബ്രൗൺ പേപ്പറാണ് കേട്ടോ പുസ്തകം പൊതിയാൻ എടുക്കാറ്. അപ്പോൾ ഇത്തവണ ഞാൻ ബ്രൗൺ പേപ്പറാണ് മേടിച്ചത്. ഇനി നമുക്ക് പുസ്തകത്തിൻ്റെ അളവിൽ പേപ്പർ മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പുസ്തകം ഉള്ളിലേക്ക് നല്ലോണം തള്ളി വച്ച് പേപ്പർ കൈകൊണ്ട് നല്ലോണം അമർത്തി കൊടുക്കാം. ഇനി പേപ്പർ നമുക്ക് ഉള്ളിലേക്ക് നല്ലോണം വലിച്ച് വച്ച് ഒന്നും കൂടി അമർത്തി എടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഇനി നമുക്ക് മടക്കിയെടുത്ത സൈഡ് നമുക്ക് സ്റ്റാപ്ലെയർ അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത പേപ്പറിൻ്റെ സൈഡ് വശം ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മൂലവശം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കേട്ടോ, മോൾ വശവും താഴെ വശവും നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മോൾ വശം കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കൈകൊണ്ട് നല്ലോണം അമർത്തി ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റാപ്ലെയർ അടിക്കാം. അങ്ങനെ എല്ലാ വശവും നമുക്ക് സ്റ്റാപ്ലെയർ അടിച്ചെടുക്കാം. ഇനി നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പുസ്തകം അങ്ങനെ പൊതിഞ്ഞെടുത്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുസ്തകം കൂടി നമുക്ക് അങ്ങനെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.